ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 115-ാം ഭാഗത്തിൽ നിമിഷങ്ങൾ എന്ന സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. പി.കെ. എബ്രഹാം കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് നിമിഷങ്ങൾ. അഞ്ചേരി ഫിലിംസിൻ്റെ ബാനറിൽ മിസ്സിസ് ബേബി ബോംബെ ആണ് നിമിഷങ്ങൾ എന്ന ചലച്ചിത്രം നിർമ്മിച്ചത്. മോഹൻലാൽ, ശങ്കർ, നളിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് എം.ബി. ശ്രീനിവാസനാണ്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ഇന്ദു, അശോക് ചൗധരി എന്നിവരും എഡിറ്റിംഗ് വെങ്കിട്ടരാമനും നിർവഹിച്ചിരിക്കുന്നു. 1986 സെപ്റ്റംബർ 16 ചൊവ്വാഴ്ചയാണ് ചിത്രം വിതരണത്തിനായി തിയേറ്ററുകളിൽ എത്തിച്ചത്. ചിത്രത്തിൻ്റെ വിതരണാവകാശം നസ്രത്ത് ഫിലിംസ്, ഷൈനി ഫിലിംസ്, പാർത്ഥസാരഥി മൂവീസ് എന്നിവർക്കാണ്. പി. ഭാസ്കരൻ്റെ ഗാനരചനയിൽ എം.ബി. ശ്രീനിവാസൻ ഈണം നൽകിയ ഗാനങ്ങൾ കെ.ജെ. യേശുദാസും എസ്. ജാനകിയും ആലപിച്ചിരിക്കുന്നു. ഓഡിയോ റെക്കോർഡിംഗ് നടത്തിയത് തരംഗിണി സ്റ്റുഡിയോയിലാണ്. ഗാനങ്ങൾ: വാടിയ നീലക്കാടുകൾ വീണ്ടും, മുല്ലപ്പെരിയാറിന് കല്യാണം എന്ന് തുടങ്ങുന്ന 2 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. യാമം എന്ന പേരിലാണ് ചിത്രീകരണം ആരംഭിച്ചത്. ഒടുവിൽ നിമിഷങ്ങൾ എന്ന പേരിൽ ചിത്രം പുറത്തിറങ്ങി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ശങ്കർ, രവി, മോഹൻലാൽ, മുരളി, നളിനി, മായ, മണിയൻപിള്ള രാജു, ജോണി, പി.കെ. എബ്രഹാം, ഡോക്ടർ മേനോൻ, ശാന്തികൃഷ്ണ, അനിത, ജോണി, വിജയൻ, ജനാർദ്ദനൻ, ഡാനി ഓടപ്പള്ളി, ആലുമൂടൻ, ധൃതി കേശവപിള്ള, ക്യാപ്റ്റൻ രാജു, ഖാലിദ്, ജഗന്നാഥവർമ്മ, ദിവാൻ രാജ പത്മനാഭൻ തമ്പി, അടൂർ ഭവാനി, കാർത്യായനി, നിഷ, മൃണാളിനി, രാംരാജ്, ബാലൻ. ഇതിൻ്റെ കഥാംശം: ജേർണലിസ്റ്റായ മുരളിയോട് തൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് ഒരു കഥ എഴുതി ചോദിക്കുന്നു ജോണി. മുരളി തൻ്റെ ഭാവനയിൽ നടന്ന സംഭവമായി കോർത്തിണക്കി എടുക്കുന്ന ഒരു രീതിയിലാണ് ചിത്രത്തിൻ്റെ കഥ ഇതൾ വിടരുന്നത്. മെൻ്റൽ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി നോക്കി വരികയാണ് അനിത. ആ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻ്റാണ് മായ. അനിത ആ ഹോസ്പിറ്റലിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്നു. അവിടുത്തെ ഒരു നഴ്സിനെ ഉപദ്രവിച്ച ശേഷം മായ അവിടെ നിന്നും ചാടിപ്പോകുന്നു. മായ വഴിയിൽ കണ്ട ഒരു ലോറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ലോറി വഴിയിൽ ആക്സിഡൻ്റ് ആകുന്നു. മായയെ അതുവഴി വന്ന രവി ഹോസ്പിറ്റലിലെത്തിക്കുന്നു. അനിതയും മുരളിയും തമ്മിൽ പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ട്രാൻസ്ഫർ അവളെ വല്ലാതെ തളർത്തുന്നു. മായയെ രക്ഷിച്ച രവി വിവാഹിതനായിരുന്നു. പക്ഷേ ഭാര്യ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയിരുന്നു. പത്രത്തിൽ ഫോട്ടോ വന്നതിനാൽ താൻ രക്ഷിച്ച പെൺകുട്ടി മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിപ്പോയ മായയാണെന്ന് രവി മനസ്സിലാക്കുന്നു. മായ തമ്പിയുടെ വളർത്തുപുത്രിയാണ്. മായയെക്കുറിച്ച് അറിയുന്നു എങ്കിലും മായയെ തിരികെ എത്തിക്കാൻ രവി തയ്യാറാവുന്നില്ല. ഒരു ദിവസം രവിയുടെ കൂട്ടുകാരൻ വിജയൻ രവിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും മായ വിജയനെ അയാളെ ഉപദ്രവിച്ച് രക്ഷപ്പെടുന്നു. മായയെ തേടിയെത്തിയ രവിയെ ഖാലിദും കൂട്ടുകാരും പിടികൂടുന്നു. രവിയെ കെട്ടിയിട്ട ശേഷം വിജയനെ പിടിക്കാനായി അവർ പോകുന്നതിനിടയിൽ മായ രവിയെ കെട്ടുകളഴിച്ച് രക്ഷപ്പെടുത്തുന്നു. രവിക്ക് വെടിയേൽക്കുന്നു. മായ ശേഖറിനെ രക്ഷപ്പെടുത്താനായി ശേഖറിൻ്റെ ഡിസ്പെൻസറിയിൽ എത്തുന്നു. പക്ഷേ ഡോക്ടറുടെ ഭാര്യ മായയെ തിരിച്ചറിയുകയും അവളെ ആ വീട്ടിനകത്ത് പൂട്ടിയിട്ട ശേഷം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. മുരളി മായയെ കാണാനെത്തുന്നു എങ്കിലും ഡോക്ടറുടെ ഭാര്യ അതിന് അനുവദിക്കുന്നില്ല. ഒടുവിൽ മുരളി ഒളിച്ചവിടെ എത്തുകയും മായയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. രവി ആക്സിഡൻ്റായി കിടക്കുന്ന സ്ഥലം മായ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ അവിടെ വച്ച് മായ വീണ്ടും മിസ്സിംഗ് ആവുന്നു. ഒളിച്ച് അവിടെ എത്തുകയും മായയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും
മായയെയും കൂട്ടിയാണ് രവിയുടെ അടുത്തേക്ക് പോയത്. അവിടെ വെച്ച് രവിയെ രക്ഷിക്കുന്നതിനിടയിൽ മായ മിസ്സിങ് ആക്കുന്നു. മായ മുരളിയോടൊപ്പം അവിടെ നിന്നും രക്ഷപ്പെടുന്നു. രവിയെ രക്ഷിക്കുന്നതിനിടയിൽ മായയെ ഖാലിദ് പിടിച്ചു കൊണ്ടുപോകുന്നു. ഖാലിദ് കാർത്യായനി അമ്മയുടെ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. കാർത്യായനി അമ്മ അവിടെ നിന്നും ഓടിപ്പോകാൻ മായയെ അനുവദിക്കുന്നു. അവൾ ഓടി പള്ളിമേടയിലെത്തുന്നു. ഒടുവിൽ അവളെ മുരളിയും അനിതയും കണ്ടെത്തുകയും അവർ അവളെ രവിയുടെ അടുത്തെത്തിക്കുകയും ചെയ്യുന്നു. ഖാലിദും കൂട്ടുകാരും അവളെ പിന്തുടർന്നെത്തുകയും അതിന് പോലീസിൻ്റെ സഹായം തേടാനായി അനിത പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. പല തടസ്സങ്ങളും നേരിടേണ്ടി വന്നു എങ്കിലും അനിത രക്ഷപ്പെടുന്നു. ബാലൻ രവിയെ ആക്രമിക്കാനെത്തുമ്പോൾ ബാലൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നു മായ. സാധാരണ മായയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ രക്ഷപ്പെടുന്നത് ആ രീതിക്കാണ്. 2 കൈകൊണ്ട് അവരുടെ കണ്ണിൽ കുത്തും, അപ്പോഴത്തേക്ക് കണ്ണ് പോകും. അങ്ങനെയാണ് മായ സാധാരണ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന മാർഗം. അതേ മാർഗം ഉപയോഗിച്ച് രവിയെയും ഒരു തവണയല്ല പലതവണ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു രക്ഷപ്പെടുന്നു. ഏറ്റുമുട്ടലിനൊടുവിൽ ഖാലിദ് പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുന്നു. ജേർണലിസ്റ്റായ മുരളി വാരികയ്ക്ക് വേണ്ടിയുള്ള കഥ പത്രാധിപരോട് കഥ പറയുന്നതിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ കഥ വികസിക്കുന്നത്. വളരെ നല്ലൊരു ചിത്രം എന്ന് തന്നെ പറയാം. ഒരു അക്കാലത്ത് പുതുമയാർന്ന ചിത്രമെന്നും പറയാം. മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ശാന്തികൃഷ്ണയുടെ റോള് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. നളിനിയും ഭ്രാന്തിയായ ഒരു പെൺകുട്ടി. ഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ല, അവളുടെ സാഹചര്യം അവളെ ഭ്രാന്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നിസ്സഹായയായ പെൺകുട്ടിയുടെ അവസ്ഥ നളിനി വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കുന്നു. ശങ്കറാണെങ്കിൽ ശങ്കറിന് ഒരു കാമുകൻ്റെ റോൾ എന്നതിലുപരി ശങ്കറിന് കാര്യമായൊന്നും അതിൽ ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. എങ്കിലും മായയെ രക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ശങ്കറിൻ്റെ റോൾ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ജേർണലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. നായകനായി എത്തിയത് മോഹൻലാൽ തന്നെയാണ്. ശങ്കറിൻ്റെ വേഷത്തിന് ഒട്ടും പ്രാധാന്യം കുറവല്ല. എന്തായാലും ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.